ഞാൻ വരാൻ നോക്കി നിന്ന പോലെ വിളഞ്ഞു കിടക്കാണ്ടാ. ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. എൻ്റെ അടുത്ത് ഈ മരവും ഈ കാഴ്ചയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും ഞാനിപ്പോൾ എവിടെയാണെന്ന്. ഞാനിപ്പോൾ ഇടുക്കിയിലാണുള്ളത്. നമ്മുടെ ബേബി ചേട്ടൻ്റെ മൂട്ടിപ്പഴം ഫാം ചെയ്യുന്ന തോട്ടത്തിലാണുള്ളത്. അപ്പോൾ ഒരു 2 വർഷം മുമ്പ് നമ്മളിവിടെ വന്ന് മൂട്ടിപ്പഴം എന്താണെന്ന് നമ്മളുടെ ആ ഒരു വീഡിയോയിലൂടെ ഒരുപാട് പേർക്ക് കാട്ടി തന്നായിരുന്നു. ഒരുപാട് ആളുകൾക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മളിവിടെ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ ഈ മൂട്ടിപ്പഴ തോട്ടത്തിൽ ഇത്തവണ ഇതുവരെ ഇല്ലാത്ത വലിയൊരു വിളവാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ബേബി ചേട്ടൻ അവിടെ പറമ്പിൽ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്. പുള്ളിക്കാരനെ നമുക്ക് പൊക്കണം. ഒരുപാട് മരങ്ങളിൽ ഇത്തവണ കുത്തി നിറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, മുമ്പ് നമ്മൾ വന്നപ്പോൾ മൂട്ടിപ്പഴം കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കേരളത്തിൽ അന്യം നിന്ന് പോയേക്കാവുന്ന അവസ്ഥയിൽ എത്തി നിന്നിരുന്ന ഒരു പഴമാണ്. ഇത്ര മനോഹരമായിട്ടുള്ള പഴമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴമാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അങ്ങനെ നമ്മൾ കാണാതെ ചിലപ്പോൾ എന്താ പറയുക, ഞാനൊക്കെ ഇവിടെ വന്നിട്ടാണ് അത് കാണുന്നത്. നമ്മൾ കാണാതെ പോയേക്കാവുന്ന ഒരു പഴത്തിനെ കേരളം മുഴുവൻ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ബേബി ചേട്ടൻ്റെ ഈ ഒരു പ്രയത്നം വഴി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിവിടെ എന്താ പറയുക, മൂട്ടിപ്പഴം പഴമായിട്ടല്ലാതെ വേറെ രീതിയിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇൻട്രോയിൽ തന്നെ ഞാൻ എല്ലാം പറഞ്ഞ് കൊളാക്കുന്നില്ല. നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന്. നമ്മുടെ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രകൃതി രമണീയമുള്ള കാഴ്ചകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പോലെ ഒരു എന്താ പറയുക തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റും. എന്തായാലും ആദ്യം നമുക്ക് ബേബി ചേട്ടൻ്റെ പുതിയതായിട്ട് ഉണ്ടായിരിക്കുന്ന കുറച്ച് മൂട്ടിപ്പഴ തൈകളുടെ അടിയിൽ അല്ലേ, നമ്മൾ മുമ്പ് വന്നപ്പോൾ വലിയ മരങ്ങളാണ് കണ്ടിരുന്നത്. ഈ പ്രാവശ്യം ഉണ്ടല്ലോ പറമ്പിൽ മൊത്തമായി അടിപൊളി. എന്തായാലും കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ടേ ഞാൻ പോവുള്ളൂ അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വലിയ മരങ്ങളുടെ കാഴ്ചയുണ്ട്, എല്ലാം നമുക്ക് കാണണമെന്ന്. നമുക്ക് പറിക്കണം. പറിക്കാനുള്ള കൊട്ടയും കൂടെയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പറിച്ചു തുടങ്ങാല്ലേ, ഒരു അറ്റത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ബേബി ചേട്ടനെ കണ്ടുപിടിക്കണം, പറമ്പിൽ ബേബി ചേട്ടൻ എവിടെയോ ഉണ്ട്. അങ്ങനെ ചെറിയ മരങ്ങളൊക്കെ കണ്ടു വന്ന സമയത്ത് നമ്മുടെ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയൂലേ, അതുപോലെ വള്ളിയല്ല കേട്ടോ, നമ്മുടെ മുത്താണ് ബേബി ചേട്ടൻ. ബേബി ചേട്ടനും ഇത് മോനാണോ? മോനെ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടില്ല, ഇതുവരെ മുമ്പ് വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. പേരെന്തായിരുന്നു? ജെറിൻ. ഓക്കെ. അപ്പോ ബേബി ചേട്ടനും ജെറിനും കൂടിയാണ് ഇപ്പോ പണികളൊക്കെ അല്ലെ. അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണത്തെ വിളവൊക്കെ? ഇത്തവണ നല്ല വിളവാണ്. നമുക്ക് കണ്ടെത്തി തന്നെയാണെങ്കിലും പുതിയ മരങ്ങൾ കുറേ കാച്ചിട്ടുണ്ടല്ലേ. നമ്മൾ വന്നപ്പോ തന്നെ കണ്ടു ഒരുപാട്. കഴിഞ്ഞ തവണ നമ്മൾ വന്ന് എന്റെ ഒരു 4 ഇരട്ടിയോളം വിളവ് ഇത്തവണ ലഭിച്ചിട്ടുണ്ടല്ലേ. ഏകദേശം നമുക്കിപ്പോ 2 ടൺ മുകളിൽ ഇത്തവണ വിളവിലുണ്ട്. 2 ടണ്ണിന് മുകളിൽ. ഓക്കെ. ഇതുവരെ ഹാർവെസ്റ്റ് ചെയ്തു? കുറെ പറിച്ചു, നിർത്തിയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇത്തവണ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേബി ചേട്ടന്റെ അന്ന് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ തന്നെ കുറെ എൻക്വയറി ആയിരുന്നു, ഇതിന്റെ തൈ നമുക്ക് എവിടെ നിന്ന് കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ബേബി ചേട്ടന്റെ ഇപ്പോഴും ഉണ്ടല്ലേ തൈയൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ലൈസൻസ് കിട്ടി. മൂട്ടിപ്പഴത്തിന്റെ ഫസ്റ്റ് ഗവൺമെന്റ് ലൈസൻസ് നഴ്സറി നമ്മുടെയാണ്. അതെ അല്ലേ. ഓ അടിപൊളി. ഇതിനു മുമ്പ് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയതായിട്ട് പത്രത്തിൽ എല്ലാവരും കണ്ടിട്ടുണ്ട് ബേബി ചേട്ടന്റെ ഈ ഒരു ഫാമില്. അപ്പൊ മോനും കൂടി ജെറിനും കൂടി ജോയിൻ ചെയ്തു. ഇപ്പൊ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് വന്ന സമയത്ത് ഡൽഹിയിൽ ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയേക്കായിരുന്നു അല്ലെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് വന്നത്, നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞായിരുന്നു ഇത്തവണ കുറെ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഇവിടെ അച്ചാറ്, സ്ക്വാഷ്, അങ്ങനെ പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് നേരിട്ട് കാണാനും എന്താ പറയാ, ആളുകൾക്ക് അത് വാങ്ങണമെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ തവണ വന്നപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ച നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഈ മരങ്ങളിലൊക്കെ ചെറുതായിട്ട് അന്ന് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇത്തവണത്തെ വിളവ് ഭയങ്കര വിളവല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കി, ഈ കൊട്ടയിൽ ഇത് തന്നെ ഉണ്ടാവുന്ന ഒരു 15 കിലോയുടെ അടുത്തല്ലേ. ഓ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ മൂട്ടിപ്പഴം വിളവ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മനുമോനെ അവിടെ പണിയിലാണല്ലേ. ഇതൊന്ന് പിടിച്ചേ. ഇത് നോക്കി, എന്ത് രസമായിട്ട് ആ പഴങ്ങൾ ഇരിക്കണേ നോക്കി. അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗി കണ്ടോ. അപ്പൊ ഇങ്ങനെ ഇത് ഹാർവെസ്റ്റ് ചെയ്തെടുത്ത് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മള് അച്ചാർ ഉണ്ടാക്കാൻ പോകും. ഇന്ന് അച്ചാറ് മൂട്ടിപ്പഴ അച്ചാർ. ഓ അടിപൊളി. അപ്പൊ മൂട്ടിപ്പഴ അച്ചാറാണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാനായിട്ട് പോകുന്നത്. ഓ അത് കാണാൻ തന്നെ ശരിക്കും എക്സൈറ്റഡ് ആണ്. കാരണം മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, ഡേറ്റ്സിന്റെ ഒരു അച്ചാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ
ഇത് ഈ ഒരു മൂട്ടിപ്പഴത്തിന്റെ അച്ചാർ അതെങ്ങനെ ചെയ്യും? സാധാരണ അച്ചാറിടുന്ന പ്രൊസീജിയർ തന്നെയാണ് ഇതിൽ വരുന്നത്? അതെ അതെ, സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു മരത്തിന്റെ കാഴ്ചകൾ കണ്ടു. ഇതുപോലെ ഒരുപാട് മരങ്ങളുണ്ട്. എന്തായാലും ഞാൻ മരങ്ങളൂടെ ഒന്ന് ഓടിച്ച് കാട്ടിത്തരും. കാരണം അത്ര രസമായിട്ടാണ് ഇവിടെ പഴങ്ങൾ ഉണ്ടായിട്ട് കിടക്കുന്ന ഓരോ മരത്തിലും. അപ്പൊ എന്തായാലും അതുകൂടി ഒന്ന് കണ്ടിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന കാഴ്ചയിലേക്ക് കിടക്കൂട്ടോ. സാധാരണ പഴങ്ങൾ പോലെയാണ് കേട്ടോ ഈ മൂട്ടിപ്പഴത്തിന്റെ പഴം ഉണ്ടായി വരുന്നത്. ശരിക്കും ആ ഒരു കണ്ട ആ മരത്തുമ്പേന്നാണ് ഉണ്ടായി വരുന്നത്. നമ്മളിത് ഒരെണ്ണം പറിച്ച് കഴിച്ച് കാട്ടിത്തരാം കേട്ടോ. ദേ നമ്മൾ ഒരെണ്ണം കിള്ളി എടുത്തിട്ടുണ്ടേ. കഴിക്കാൻ തുടങ്ങിയ പിന്നെ കഴിച്ചോണ്ടിരിക്കുന്ന ഫീലിംഗ് അല്ലേ. നല്ല മധുരം കണ്ടോ. ഇത് നോക്കിയേ, നല്ല പരുവം എന്ന് പറഞ്ഞാൽ നല്ല പരുവത്തിൽ നിൽക്കുക. അതേക്ക് 2 കൊലയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതിൽ നിന്ന്. ഓ കണ്ട 2 കൊലയിൽ എന്തോരം പഴാന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ ഓരോ മരങ്ങളിൽ നിന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മരത്തിനെ നമ്മൾ മുഴുവനായിട്ട് തീർക്കുന്നില്ല, നമ്മുടെ ആവശ്യത്തിനായിട്ട് പല മരങ്ങളിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 25 കിലോ ഉണ്ട്, 25 കിലോ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെറിയ മരങ്ങളുണ്ട്, വലിയ മരങ്ങളുണ്ട്, എല്ലാத்தைയും നമ്മൾ പറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ മരങ്ങളിൽ കാച്ചെടുക്കുന്നത് കണ്ടായിരുന്നു. ഓ ഇത് ചെറിയ മരോട്ടെ, ഏകദേശം ഒരു 6 വർഷം പ്രായമുള്ള മരമാണ്. അതിൻ്റെ വിളവ് കിട്ടുന്ന നോക്കി, നല്ല നീളത്തിലുള്ള കൊലകൾ കേട്ടോ, അടിപൊളി. കണ്ട ഇതൊരു 3/4 കിലോ കാണും കേട്ടോ. കണ്ട നല്ല കൊല, ഒരു 3/4 കിലോ കാണും. ബേബി ചേട്ടാ, ഇത് മരം നിറയെ കാച്ചി കിടക്കുന്ന സമയത്ത് എന്താ പറയാ, ഈ അണ്ണാനും കിളികളൊക്കെ വന്നത് കഴിച്ചിട്ട് പോവോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇതിന് ശല്യം ഉണ്ടായിട്ടില്ല. നാട്ടിലിപ്പോൾ അണ്ണാനും ബാവലും ഒക്കെ ഇതിനും കഴിച്ചിട്ടില്ല. പക്ഷെ കാട്ടുമൃഗങ്ങളുടെ ഇഷ്ടഭക്ഷണമാണ്. ആന, കരടി, മലയണ്ണാൻ, ആമ. ഈ പഴമുള്ളതിൻ്റെ പരിസര പ്രദേശത്ത് ആമ കാണും. ഇഷ്ടപ്പെട്ട പഴമാണ്. അപ്പോൾ ആമ കഴിക്കുന്ന പഴം എന്ന് പറഞ്ഞാൽ ആയുസ് കൂട്ടുന്നു പറയപ്പെടുന്നുണ്ട്. മൂട്ടിപ്പഴത്തിൽ തന്നെ ഇതേ വേറൊരു അപൂർവ കാഴ്ച നമ്മൾ കണ്ടുവിട്ടാ. അതേ നോക്കി, ഒരു മരത്തിൽ തന്നെ 2 കളറായിട്ട് പഴം ഉണ്ടായി നിൽക്കുന്നത് കണ്ട. പക്ഷെ നമ്മൾ കാണുമ്പോൾ തോന്നും ഇത് രണ്ടും ഒരു മരമാണ്. പക്ഷെ അല്ല, രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ്. 2 വെറൈറ്റി ആട്ടോ. ഇത് നോക്കി, ഇതൊരു ഇത്തിരി ഒരു റോസ് ഷെയ്ഡ് കയറിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല ചുവന്ന കളറായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 മരമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കൂടി പറിക്കാമെന്ന് വിചാരിച്ച് വന്നതാ. പക്ഷേ നമുക്ക് വേണ്ട അളവിനുള്ളതിന്ന് കിട്ടി. അതുകൊണ്ട് ഈ മരം ഇന്ന് സേഫാണ്. അടുത്ത ദിവസങ്ങളായിട്ട് ഇവനെ നമ്മൾ പറിച്ചെടുക്കും. അപ്പോൾ ഇത് കണ്ട ഓരോ മരത്തിലും ഉണ്ടായിക്കും നോക്കിയാൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരു നല്ല വിളവുള്ളൊരു സമയമുണ്ട് ഇത്തവണ നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട മുട്ടിപ്പഴം മൊത്തം നമ്മൾ പറിച്ചെടുത്ത് കൊട്ടയിലാക്കി അടുത്ത പ്രോസസ്സിങ് പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാണ്. അച്ചാറുണ്ടാക്കാൻ പോണ്. അപ്പോൾ അടുത്ത ഊഴം കാത്ത് നിൽക്കുന്ന മുട്ടിപ്പഴങ്ങളാണ് ഇതൊക്കെ. അപ്പുറം നോക്കി അവിടെയുണ്ട്. അപ്പോൾ ഇവന് പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത മുട്ടിപ്പഴങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മരത്തിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്ത നമ്മുടെ മൂട്ടിപ്പഴം ഏകദേശം നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി 25 കിലോ ആണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ കഴുകി നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി നല്ല എന്താ പറയുക രാശിക്കായ പരുവത്തിൽ എടുത്തിട്ടാണ് ഇതിനെ നമ്മൾ അച്ചാറാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ നമുക്ക് നോക്കാം. അപ്പം ഇനി നമ്മുടെ മൂട്ടിപ്പഴം നന്നായിട്ട് കഴുകി എടുക്കണേ. പിന്നെ നന്നായിട്ട് കഴുകി എടുക്കുകയാണേ. ഏകദേശം ഒരു 3 റൗണ്ടെങ്കിലും നമ്മൾ കഴുകിയെടുത്താലേ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണോ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവുള്ളൂ. കാരണം ഇത് സാധാരണ പഴം പോലെയല്ല, നമ്മുടെ മരത്തിൻ്റെ തടിയോട് ചേർന്നുണ്ടാവുന്നതുകൊണ്ട് തന്നെ തടിയിലുള്ള തൊലിയൊക്കെ ഇതിൽ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല രീതിക്ക് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടാണ് ബാക്കി പ്രൊസീജിയറുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ഓരോ റൗണ്ടായിട്ട് കഴുകി നമ്മളത് ഇതിനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉണ്ട് ഇതിലത്തെ ഞെട്ടുകളൊക്കെ മാറ്റിയെടുക്കുന്നത്. ഇനി കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രൊസീജിയറാണ്. വേറെ ഒന്നുമല്ല, ഈ പഴങ്ങൾ ഓരോന്നും 4 മുറിച്ച് നമ്മൾ ഇടാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ കുരു നമ്മൾ എടുക്കുന്നുണ്ടല്ലേ, കുരു എടുക്കുന്നുണ്ട്, പുറത്ത് തൊലി എടുക്കുന്നുണ്ട്. അപ്പൊ ചിലത് നല്ല ചെറിയ കായ്കളുണ്ടാവും, അത് നമ്മൾ 4 ആക്കുന്നില്ല, 2 ആക്കി എടുക്കുന്നേ ഉള്ളൂ. അങ്ങനത്തെ നമ്മുടെ ഉരുളി അടുപ്പത്ത് കയറ്റാണേ. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നേരെ നമ്മുടെ
മുട്ടിപ്പഴം അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇനി നന്നായിട്ട് ഇതൊന്ന് വാടി വരണോട്ട് ഇതിൽ കിടന്ന് വാടി വെള്ളം വലിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. കല്ലുപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഇളക്കി നമ്മളിത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് ചാടി വറ്റി വരണം. അപ്പം അതിന് വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല അല്ലേ? ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നതാ കേട്ടോ ഇത്. ആയി ഇനി വെള്ളം ഇറങ്ങുന്നുള്ളൂ ഇതിൽ നിന്ന്. നിന്നു ഇത് വറ്റി വരും. അപ്പോഴേക്ക് ഇതൊരു വിധം വേവാകും അല്ലേ? ഓക്കെ, കണ്ടോ, നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇനി വെള്ളം മുഴുവനായിട്ട് വറ്റി വരണം. അങ്ങനെ നമ്മുടെ മുട്ടിപ്പഴത്തിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയത് അത്യാവശ്യം വറ്റി റെഡിയായി വരുന്നുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. കണ്ടോ, നമ്മുടെ ഉരുളിയിൽ വെച്ച് വേവിച്ചെടുത്ത ഒരു മുട്ടിപ്പഴത്തിനെ നേരെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനിയാണ് നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നേരത്തെ നമ്മൾ എടുത്ത പാത്രം നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്തു കേട്ടോ. കാരണം അതിലെന്തെങ്കിലും കരിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് നമുക്ക് അരച്ചെടുക്കണം. അരച്ചാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അരച്ചതാണ്. ഇതിലേക്ക് ഇഞ്ചി അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പച്ചമുളക് അരച്ച് വെച്ചതാണ്. ഇനി നമ്മുടെ എണ്ണയിലിട്ട് നന്നായിട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കണം. നമുക്ക് സാധാ മുളക് പൊടിയല്ലേ, നല്ല എരിവുള്ള മുളക് പൊടിയല്ലേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നല്ലോണം മൂത്ത് വന്ന സമയത്ത് നല്ല എരിവുള്ള മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സിന്തറ്റിക് വിനാഗിരി ഒന്നുമല്ല, നമ്മുടെ തേങ്ങ വെള്ളത്തിൽ നിന്നുള്ള വിനാഗിരിയാണ്. അപ്പോൾ നമ്മളുടെ മസാലക്കൂട്ടൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മാറ്റി വെച്ച നമ്മുടെ മുട്ടിപ്പഴത്തിൻ്റെ ആ ഒരു അച്ചാറിലേക്കുള്ള കൂട്ട് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ചേർക്കാം അല്ലേ? ഓ, ഇപ്പം നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ട് ഇവിടെ. ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊടിച്ചതല്ല, ഇത് വറുത്ത് പൊടിച്ചാണോ കേട്ടോ? കടുക് വറുത്ത് പൊടിച്ചത് കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളിലാട്ടെ ശരിക്കും അച്ചാറിൻ്റെ ഒരു പൊലിമ വരുന്നത്. ഉലുവ ഇട്ടു. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ അവസാന ഘട്ട പണികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ഒരു ഏരിയയിൽ നിൽക്കാൻ പറ്റൂല. ശരിക്കും ഒരു കൊതി വരുന്ന ഒരു മണം നമ്മുടെ വായിലേക്കും മൂക്കിലേക്കൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാവും. ഫൈനൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇല്ലേ ഒരു പീസ് ഞാനെടുത്ത് കഴിക്കുകയാണ്. എനിക്ക് കൊതി അടക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി മണം, ആ ഒരു ഫ്ലേവർ ഈ ഒരു ഏരിയ മൊത്തം എത്തിയേക്കാണ്. ചൂടാറാത്ത മുതലാണ് എടുത്തിട്ട് മോനെ സ്വർഗം.
പീസ് ഒരു രക്ഷയില്ല. ഇതൊന്ന് കഴിച്ചു നോക്കി, ഇതിന്റെ ആ ഗ്രേവി നല്ല ചൂടേ. ഇത് ഞാൻ കഷ്ണത്തിലേക്ക് പിടിക്കുമോ കേട്ടോ, നല്ല പിടിക്കുന്നു മോനെ. സ്വർഗം. ഇറക്കിക്കോ ഏട്ടാ. നിങ്ങളുടെ അവിടെ വാങ്ങാന്നല്ലേ പറയാ, ഞങ്ങളുടെ ഇറക്കാന്ന് പറയാ. അപ്പൊ ദേ ഇനി അടുത്ത പരിപാടി കടുക് പൊട്ടിക്കലാണ്. നല്ലെണ്ണയിൽ തന്നെ ഉണ്ട് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. ആ കടുക് കൂടി പൊട്ടിക്കഴിഞ്ഞാലാണല്ലോ ശരിക്കും അത് അച്ചാറായി മാറുക. ഒന്ന് ചൂടായി വരട്ടെ എണ്ണ. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉലുവ പൊടി ഇട്ടായിരുന്നു, ഇത് പൊടിക്കാത്ത ഉലുവയാണ്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടുകാണ്. ഇനി ഇത് കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ ദേ ഇനി വേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുക്കാണ്. ഇനി ഒഴിക്കുകയാണല്ലേ. നേരെ ഇതേ നമ്മുടെ അച്ചാറിന്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാണ്. ഓ ആ സൗണ്ട് നോക്കി, ഒരു പ്രത്യേക മണം വരുന്നുണ്ട് ഇപ്പോ. അച്ചാറിന്റെ പരിപാടി നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ ദേ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ മുട്ടിപ്പഴം അച്ചാർ. അപ്പൊ ദേ ഒരു കോര് ഞാനിങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മോനെ കാണുമ്പോൾ തന്നെ കൊതി വരും. അതിൻ്റെ മണം ഒരു രക്ഷയില്ല. ഞാനിതൊരു പകുതി സ്റ്റേജായിരുന്നപ്പോൾ ഒരു പീസ് എടുത്ത് കഴിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു കഴിക്കലോടെ ഉണ്ട്. ഇത്തിരി ചൂടൻ ചോറ് വരട്ടെ, കഴിച്ചു നോക്കാം നമുക്ക്. അപ്പം മച്ചന്മാരെ നമ്മുടെ മാളയിൽ കിടന്ന് ഞാൻ ഇടുക്കിക്ക് വന്ന് ദേ മുട്ടിപ്പഴത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ദേ നോക്കിയേ, നല്ല കൊതിപ്പിക്കണ അച്ചാറാവുന്ന വരെയുള്ള കാഴ്ചകൾ കാണിച്ചു തന്നു. ഇനി ഇത് കഴിച്ചു നോക്കണ്ടേ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പോരട്ടെ എൻ്റെ വായിൽ വെള്ളം വന്നിട്ടിരിക്കുക. എനിക്ക് ബാക്കി കറികളൊന്നും വേണമെന്നില്ല, ഞാൻ ഇത് കൂട്ടി തന്നെ കഴിച്ചോളാം. അപ്പോൾ ദേ ഞാൻ വേറെ ഒരു കറിയും കൂട്ടണം കേട്ടോ. നോക്കി, നല്ലൊരു അച്ചാറിൻ്റെ പീസ് എടുത്തോടെ വെച്ചു, ഇച്ചിരി ചോറും കൂട്ടി. സ്വർഗം മോനെ, സ്വർഗം. ഓ കറിയൊക്കെ വേണമെന്ന് മാറ്റിയെടുത്തോളൂ, എനിക്ക് വേണ്ടത്. ഞാൻ ഈ അച്ചാർ കൂട്ടി തന്നെ കഴിച്ചോളാം. പ്രവി കപ്പൽ മിണുങ്ങ്. അയ്യോ കുക്കണ്ണ, നിങ്ങള് മജീഷ്യൻ. വേറൊരു കറിക്ക് വേണ്ട. അതും പറഞ്ഞത് മൊത്തം ഞാൻ തിന്നിരുന്ന അവസാനം എന്നെ മറ്റേ ഇതിൽ കയറ്റി കൊണ്ടുവരും കേട്ടോ. പക്ഷെ ഭയങ്കര ഇൻറ്റൻസീവ് അല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. ഞാൻ ഇത് പർപ്പസ്ഫുള്ളി തന്നെ ആ ചോറും അച്ചാറും എൻ്റെ കൺമുന്നിൽ നിന്ന് മാറ്റി വെച്ചു. കാരണം എനിക്ക് എരിവ് തീരെ പറ്റില്ല. എന്നാലും അച്ചാറിന്റെ ടേസ്റ്റ് കാരണം ഞാൻ ചോറ് ഇത് വാരി നിന്നിട്ട് എരിഞ്ഞു പോവാൻ എൻ്റെ ഒരു സാധനമുണ്ട്. എന്തുവാ? മുട്ടിപ്പഴത്തിന്റെ സ്ക്വാഷ് ഉണ്ട്. ഇത് മുട്ടിപ്പഴത്തിന്റെ സ്ക്വാഷ്, തൊണ്ട് കൊണ്ട് ഉണ്ടാക്കിയ സ്ക്വാഷാ. ഇത് മുട്ടിപ്പഴത്തിന്റെ തൊലി കൊണ്ടുണ്ടാക്കിയ സ്ക്വാഷ് അല്ലേ? ഓ, കാണുമ്പോ എനിക്ക് വേറെ എന്തൊക്കെയോ ഓർമ്മ വരുന്നു. നല്ല എരിഞ്ഞിക്കപ്പോ സൂപ്പറായിട്ട് കഴിച്ചു. ഓ ഇതൊക്കെ പമ്പ അടക്കം ചേർക്കണോ? ഇത് മുട്ടിപ്പഴത്തിന്റെ തോട് മാത്രമേ ഉള്ളൂ. കൊള്ളാം മോനെ. മനസ്സിലാട്ടെ, മുട്ടിപ്പഴത്തിന്റെ അച്ചാർ മാത്രം പ്രതീക്ഷിച്ചു വന്ന് ഞാൻ വീണ്ടും ഞെട്ടിയിരിക്കുകയാണ്. എന്നെ മുത്തരുകളൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നേ. ഇനി വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. മൂട്ടിപ്പഴത്തിന്റെ പൾപ്പും കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസ് ഉണ്ട്, അത് ട്രൈ ചെയ്താലോ? ദൈവമേ, അടുത്തത് പോരട്ടെ. ഓ, ചിൽഡ് സാധനം തോന്നുന്നു. ചിൽഡ് സാധനം, പ്രത്യേകമാണ്. ഹായ്, ഇത് ഒന്നുകൂടെ ഞെട്ടിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഡിഫറെന്റ്, അതുമായിട്ട് ഭയങ്കര ഡിഫറെന്റ് ടേസ്റ്റില്. ഒരു ചെറിയൊരു പുളിയും മധുരവും പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അത് നല്ലൊരു മധുരം, ആ ഒരു പുളിപ്പ് കുറവാണെങ്കിൽ ചെറിയൊരു കമർപ്പ് ചുമ വരും. അതൊരു പ്രത്യേക രസം. അതെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ
വെറും മുട്ടിപ്പഴവും അതുപോലെ മുട്ടിപ്പഴത്തിൻ്റെ തൈകളും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു മോനെ എവിടെയാന്ന്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനായിട്ട് ഡൽഹിക്ക് പോയി കിടന്നാണ്. ആ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനങ്ങൾ മോനെ, നിങ്ങൾ സയന്റിസ്റ്റ് ആക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എവിടേക്കാ അയക്കണ്ടേ? അമ്മ അതിന് സാധനങ്ങൾ കിട്ടോ. സത്യം നോക്കിയത് ഈ കാണുന്ന മുതലിനെ അതെ നമ്മുടെ മുമ്പിൽ തന്നെ ഇപ്പൊ 3 ഐറ്റംസ് ആക്കി ഇരിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മുട്ടിപ്പഴം വെച്ച് അച്ചാർ ഉണ്ടാക്കുന്നത് കാട്ടിത്തരം ചെയ്യും, പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അത് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരുമെന്ന്. ദേ പറഞ്ഞ പോലെ തന്നെ ദേ ഒരുപാട് വർഷത്തെ കുറെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഇരിക്കുന്ന സാധനങ്ങൾ എന്ന് എനിക്കറിയാം. ഇനി എത്ര വർഷം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നു? ഞങ്ങളിപ്പോ ഒരു 2017 തൊട്ട് പുറകെയുണ്ട്, ഇതിന്റെ പുറകെ ഉണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രൈബൽ ഏരിയയിലാണ് കൂടുതലായിട്ട് ഈ പഴം ഉണ്ടായിരിക്കുന്നത്. അവരാണെങ്കിൽ പണ്ട് കാലത്ത് ഇത് വിൽക്കണം എന്ന് വിചാരിച്ച് നാട്ടിൽ കൊണ്ടുവന്നിട്ട് വിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. അതായത് എന്താണെന്ന് നാട്ടുകാർക്ക് അറിയില്ല, എഡിബിൾ ആണോ എന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരുന്നായിരുന്ന ഒരു സാധനമാണ് അല്ലേ? അതെ. പിന്നെ ആർക്കും ഞാൻ ഇതിനെപ്പറ്റി ഒരു പഴം മാർക്കറ്റിലേക്ക് കൊണ്ട് ചെല്ലുമ്പോഴത്തേനും ഇത് കഴിക്കാൻ പറ്റുമോ, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടുമോ, അങ്ങനെയൊക്കെ ആയിരുന്നു ആൾക്കാർ സംശയം. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അധികം കൃഷി ചെയ്തു. പിന്നെ 2019 സുനിൽകുമാർ മിനിസ്റ്റർ വന്നു. സാറ് വന്നേ പിന്നെയാണ് പിന്നെ ഇതിന് ഡിമാൻഡ് ആയതല്ല. അടിപൊളി. അപ്പൊ എന്തായാലും ഇത് നമ്മുടെ ബ്രാൻഡ് നെയിം എങ്ങനെയാണ് വന്നത്? റെഡ് ഗ്രോവ് ഫാം എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ ഫാമിന്റെ പേര്. അതിന്റെ ചുവന്ന കാവ് അതാണ് ഇട്ടേക്കുന്നത്. ബെക്കോറിയ പിക്കിളിന് ഇട്ടേക്കുന്നത്. ഇതിന്റെ സയന്റിഫിക് നെയിം വരുന്നത് ബെക്കോറിയ കോട്ടാലൻസിസ് എന്നാണ്. അപ്പൊ അച്ചാറിന്റെ പേര് ബെക്കോറിയ പിക്കിൾ ട്ടാ. സംഭവം ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, പിന്നെ ഞാൻ പറയണ്ട, നിങ്ങൾ എന്നെ വാങ്ങിക്കോളൂ. ആ ഒരു അവസ്ഥ. അപ്പൊ എന്തായാലും ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും? നമുക്ക് കൊറിയർ വഴി അയക്കാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റും ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും സംഭവം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾ അഡിക്റ്റ് ആയി പോകും. അതിനുള്ള സാധനം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. ഇനി എൻ്റെ ടേസ്റ്റിനാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറയാമല്ലോ, ഞാൻ അധികം അച്ചാർ പ്രേമിയൊന്നും അല്ല. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട അച്ചാറും മീനച്ചാറായിരുന്നു. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലേക്കൊരു കാതൽ കയറി വന്ന പോലെ. വേറൊരു ഇതിന് നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല, പിന്നെ സിന്തറ്റിക് വിനാഗിരിയും ഉപയോഗിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ആന്റി ഓക്സിഡൻസ് എന്തെങ്കിലും നമ്മൾ കാലം നീണ്ടു നിൽക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. നോർമലി എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അല്ലാതെ തന്നെ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടുന്നുണ്ട്. 6 മാസം വരെ എന്തായാലും ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും അച്ചാർ പ്രേമികളെ, നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി അച്ചാർ കിട്ടണമെങ്കിൽ, മുട്ടിപ്പഴ അച്ചാർ കിട്ടണമെങ്കിൽ എന്തായാലും വീഡിയോയുടെ താഴെ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ ഞാൻ വെബ്സൈറ്റും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ഇപ്പോൾ അച്ചാർ മാത്രമാണോ നമ്മൾ കൊടുക്കുന്നത്? അല്ല, നമ്മൾ സ്ക്വാഷ് കൊടുക്കുന്നുണ്ട്. അതിന്റെ റിസർച്ച് കഴിഞ്ഞേ ഉള്ളൂ. 1 മന്തിനുള്ളിൽ സ്ക്വാഷ് വരും, ജ്യൂസും വരും. അച്ചാർ ഇപ്പോൾ ഓൾറെഡി നമ്മള് ഉണ്ട്. അച്ചാറിന്റെ സ്റ്റോക്ക് ഔട്ട് ആയി പോകും ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന്. അത് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. അപ്പൊ സീസൺ അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 2-3 മാസമാണ് സീസൺ വരുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് മനുചേട്ടാ ഇടുക്കിക്കുള്ള വരവ് വെറുതെ ഇല്ല. അപ്പൊ എന്തായാലും നമ്മള് ഒരുപാട് സന്തോഷം. ഇന്ന് ഒരുപാട് മുട്ടിപ്പഴത്തിന് ഇന്ന് ഒരുപാട് കൊലകുത്തി ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റി. അതും ലൈവായിട്ട് പറിച്ച് അച്ചാറാക്കുന്നത് കാണാൻ പറ്റി. അതുപോലെ തന്നെ സ്ക്വാഷ്, പിന്നെ നമ്മുടെ ജ്യൂസ്, അങ്ങനെ പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റി. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട ഇപ്പോഴും ഉണ്ടല്ലേ? കേരളത്തിലെ ആദ്യത്തെ ലൈസൻസ് നഴ്സറി മുട്ടിപ്പഴത്തിന്റെ നമ്മളാണ്. അത് ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് തൈ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മുട്ടിപ്പഴം ഫാം, എനിക്കൊന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മുട്ടിപ്പഴത്തിന്റെ ഫാം ഇവിടെയാണ്. അപ്പൊ എന്തായാലും നമ്മളെ കിടുകിടാൻ ഞെട്ടിച്ച അച്ചാറ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ഈ കാഴ്ച ഒരുക്കി തരാനായിട്ട് സഹായിച്ച ബേബിച്ചേട്ടൻ്റെ മകനും എല്ലാവർക്കും എംഫോടെക്കിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പിക്കിളിനെ ഒന്നും കൂടി സജസ്റ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാൻ പറയുന്ന നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ, അതുപോലെ ഇന്ന് ടീം എംഫോടെക്കിൽ എന്ന് പറയാൻ അജുമച്ച മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വില്ലേജ് റിയൽ ലൈഫിലെ മനുച്ചേട്ടൻ നമുക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇടുക്കിക്ക് ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് കേൾക്കുമ്പോഴേ മനുച്ചേട്ടൻ ആ ഒരു മൈൻഡിലേക്ക് ആയി. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.